കേരളത്തിൽ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിൽ അനിശ്ചിതത്വം തുടരുന്നു. ചർച്ചകൾക്കായി മുൻ KPCC അധ്യക്ഷന്മാർ ഉൾപ്പെടെയുള്ള നേതാക്കളുമായി ഇന്ന് ഹൈക്കമാൻഡ് ചർച്ച ചെയ്യും. ഘടകകക്ഷികളുടെ നിലപാടും തേടും. വിവരങ്ങളുമായി ആന്റണി ജിസ്റ്റർ ചേരുന്നു. ആന്റണി, ഇന്ന് ഒരു നിർണായകമായ ഒരു യോഗം തന്നെയാണ് ചേരുന്നത്. ഇന്നത്തോടുകൂടി ഈ ഒരു മുഖ്യമന്ത്രി ആരാകുമെന്നതിൽ ഒരു തീരുമാനമുണ്ടാകുമോ? തീർച്ചയായും 9ാം ദിനമാണ് ഇന്ന്. 9ാം ദിനവും കേരളത്തിനൊരു മുഖ്യമന്ത്രിയെ ലഭിച്ചിട്ടില്ല. കേരളം ആ മുഖ്യമന്ത്രി ആരാകുമെന്നുള്ള കാത്തിരിപ്പിൽ അതിൽ തുടരുകയാണ്. ആ ചോദ്യത്തിന് ഉത്തരം ഇന്നുണ്ടാകുമോ അല്ലെങ്കിൽ ഉടൻ ഉണ്ടാകുമോ എന്നുള്ള ചോദ്യമാണ് കേരളത്തിൻ്റെ എല്ലായിടങ്ങളിലും ജനങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും അതിനുത്തരം കണ്ടെത്തുക എന്നുള്ള ആ ഒരു വലിയ സമസ്യ ഇപ്പോഴും ഹൈക്കമാൻഡിന് മുന്നിൽ തുടരുകയാണ്. ആരെ മുഖ്യമന്ത്രിയാക്കും? 3 പേരാണ് മുഖ്യമന്ത്രി ഈ കസേരയിലേക്ക് ലക്ഷ്യമിട്ട് ഉള്ളത്. 3 നേതാക്കളും തെല്ല് അയയാതെ നിൽക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇതിലൊരു പരിഹാരം കണ്ടെത്തിയാൽ മാത്രമേ ഒരു മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാൻ ഹൈക്കമാൻഡിന് കഴിയുകയുള്ളൂ. 3 പേരും KC വേണുഗോപാൽ, VD സതീശൻ, രമേശ് ചെന്നിത്തല, ഇവർ 3 പേരും നിലപാടുകളിൽ വിട്ടുവീഴ്ചയില്ലാതെ തുടരുന്ന സാഹചര്യമാണ് ഉള്ളത്. ഏതായാലും അടുത്ത ഒരു പടി എന്ന നിലയിലേക്ക് ഇപ്പോൾ ഹൈക്കമാൻഡ് കടക്കുന്നത് ഇനി മുതിർന്ന നേതാക്കളുടെ, അതായത് മുൻ KPCC അധ്യക്ഷന്മാർ, അതുപോലെ തന്നെ നിലവിലെ വർക്കിംഗ് പ്രസിഡന്റുമാർ അടക്കമുള്ളവരുടെ ഒരു വിപുലമായ യോഗം വിളിച്ചു ചേർക്കാൻ ഇന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ഏതായാലും നേതാക്കളെല്ലാം ഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. ഇന്ന് ഹൈക്കമാൻഡ് ഇവരുമായി സംസാരിച്ച് ഇവരോരോരുത്തരിൽ നിന്ന് അഭിപ്രായങ്ങൾ തേടും. അതിനുവേണ്ടി ഈ മുൻ KPCC പ്രസിഡന്റുമാരായ K മുരളീധരൻ, VM സുധീരൻ, അതുപോലെ തന്നെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ, MM ഹസൻ എന്നീ നേതാക്കളിൽ നിന്നാണ് അഭിപ്രായം പ്രധാനമായും തേടുക. K സുധാകരൻ അടക്കമുള്ള നേതാക്കളിൽ നിന്ന്. അതിൽ മുല്ലപ്പള്ളിയും ഹസനും പോകുന്നില്ല. അവർ ഫോണിൽ വിവരം അഭിപ്രായം അറിയിക്കുമെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഷാഫി പറമ്പിൽ അടക്കമുള്ള വർക്കിംഗ് പ്രസിഡന്റുമാരും ഡൽഹിയിലേക്ക് എത്തുന്നുണ്ട്. ഏതായാലും ഇവരുടെ കൂടി അഭിപ്രായം പരിഗണിച്ച ശേഷം പ്രഖ്യാപിക്കാം എന്നുള്ളതാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. മാത്രമല്ല ഘടകകക്ഷികളെ ഒരിക്കൽ കൂടി കേൾക്കാനുള്ള ഒരു തീരുമാനവും കൂടി ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ഘടകകക്ഷികളുടെ ഒരു നിലപാട് കൂടി അറിയാൻ ഹൈക്കമാൻഡ് തീരുമാനിച്ച സാഹചര്യത്തിൽ അവർ പറയാനുള്ളത് ഒരിക്കൽ കൂടി കേൾക്കുകയും ചെയ്യും. ഏതായാലും ഇപ്പോഴും ആ ഒരു ചോദ്യം ബാക്കിയാണ്, എപ്പോഴാണ് ഈ പ്രഖ്യാപനം ഉണ്ടാവുക എന്നുള്ളത്. അതിപ്പോഴും അനിശ്ചിതമായി തന്നെ തുടരുകയാണ്, അതിന് ഉത്തരമില്ലാതെ തുടരുകയാണ്. നേതാക്കൾ പറയുന്നത് ഇന്ന് ഈ ചർച്ച കഴിഞ്ഞാൽ ഉടൻ തന്നെ തീരുമാനമുണ്ടാകും, 48 മണിക്കൂർ വിട്ടു പോകില്ല എന്നുള്ള പ്രഖ്യാപനമാണ് നേതാക്കൾ ഇപ്പോൾ ഇന്നലെ K മുരളീധരൻ അടക്കം ഡൽഹിയിലേക്ക് പോകുന്നതിന് മുൻപ് നടത്തിയ ഒരു കാര്യമെന്ന് പറയുന്നത്. ഏതായാലും ചർച്ചകൾ പലതരത്തിൽ നടക്കുന്നുണ്ട്. ഇന്നലെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ സംസാരിച്ചിരുന്നു ഈ കാര്യത്തിൽ. പക്ഷേ ഇപ്പോഴും ഒരു തീരുമാനം ഹൈക്കമാൻഡിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. ഏതായാലും ഇന്ന് വിപുലമായ ഒരു യോഗം തന്നെ ഇക്കാര്യത്തിൽ നടക്കുന്നുണ്ട്. ഏതായാലും VD സതീശൻ പക്ഷമൊക്കെ വിചാരിക്കുന്നത് ഈ കേരളത്തിൽ ഈ KPCC പ്രസിഡന്റുമാരെ, മുൻ KPCC പ്രസിഡന്റുമാരെ കേൾക്കാനുള്ള തീരുമാനം അത് ഗുണം ചെയ്യുമെന്നുള്ളതാണ് അവരുടെ ഒരു വിലയിരുത്തൽ എന്ന് പറയുന്നത്. കാരണം ഈ വിജയത്തിൻ്റെ ഒക്കെ ഉത്തരവാദിത്തം അല്ലെങ്കിൽ ആ കൂട്ടായ പ്രവർത്തനം, അതുപോലെ തന്നെ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഒഴിവാക്കലടക്കമുള്ള നിർദ്ദേശങ്ങൾ അവർ മുന്നോട്ട് വയ്ക്കും എന്നുള്ളതാണ് VD സതീശൻ പക്ഷത്തിൻ്റെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത്. രമേശ് ചെന്നിത്തല പക്ഷവും അത്തരത്തിൽ തനിക്കൊപ്പം KPCC പ്രസിഡന്റുമാർ, മുൻ പ്രസിഡന്റുമാർ നിൽക്കുമെന്നുള്ളൊരു വിലയിരുത്തലുണ്ട്. ഏതായാലും ഇത്തരത്തിൽ ഇവർക്ക് പറയാനുള്ള അഭിപ്രായം തന്നെ വിശദമായി കേൾക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതെല്ലാം വിശദമായി ഹൈക്കമാൻഡ് തീരുമാനിച്ച ശേഷം അല്ലെങ്കിൽ കേട്ട ശേഷം ഒരു തീരുമാനം എടുക്കും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ ആദ്യം ഈ 3 നേതാക്കളെയും ഒറ്റയ്ക്ക് ഇരുത്തി മണിക്കൂറുകൾ, ഏതാണ്ട് 3 മണിക്കൂറോളം നീണ്ട ചർച്ച ഹൈക്കമാൻഡ് നടത്തിയിരുന്നു. രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും ചേർന്ന് നടത്തിയിരുന്നു. പക്ഷേ തെല്ല് പുറകോട്ട് പോകാൻ 3 പേരും തയ്യാറാകാത്തിരുന്ന സാഹചര്യത്തിലാണ് പ്രതിസന്ധി രൂക്ഷമായത്. പിന്നെ എന്ത് ചെയ്യുമെന്നുള്ളൊരു ചോദ്യമായിരുന്നു ഉണ്ടായിരുന്നത്. തീരുമാനം രാഹുൽ ഗാന്ധിക്കും മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്കും വിട്ടു. പക്ഷേ ഞായറാഴ്ച ചർച്ചകളൊന്നും നടന്നില്ല. രാഹുൽ ഗാന്ധി ഡൽഹിയിൽ ഉണ്ടായിരുന്നില്ല, മല്ലികാർജ്ജുൻ ഖാർഗെയും ഉണ്ടായിരുന്നില്ല. ഇന്നലെ നേതാക്കൾ തിരിച്ചെത്തിയ ശേഷമാണ് ഇത്തരത്തിലൊരു പുതിയ നീക്കം, ഈ ഇവിടെ നിന്ന് തന്നെ തീരുമാനമെടുക്കാമെന്നുള്ളൊരു നിലയിലേക്ക് എത്തിയത്. അതേസമയം ഈ തീരുമാനം നിയമസഭാ കക്ഷിക്ക് വിടുന്ന ഒരു കാര്യവും കൂടി ഹൈക്കമാൻഡ് പരിഗണിക്കുന്നുണ്ടെന്നുള്ള കാര്യം അറിയാൻ വേണ്ടി കഴിയുന്നുണ്ട്. ഏതായാലും ഹൈക്കമാൻഡിൻ്റെ മനസ്സിലിരിപ്പ് എന്താണ് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല. എന്ന് പ്രഖ്യാപനം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിലും ഒരു വ്യക്തതയില്ല. ഏതായാലും 9 ദിവസങ്ങളിലാവുകയാണ് ഈ കേരളത്തിലെ മുഖ്യമന്ത്രി ആരാകും എന്നുള്ള അത് അറിയാൻ വേണ്ടി. നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് വന്നത്. ഇന്നിപ്പോൾ 9ാമത്തെ ദിവസമാണ് ആ ഫലം വന്നിട്ട്. ഏതായാലും ഉത്തരം ഇപ്പോഴും കിട്ടാത്ത ഒരു ചോദ്യമായി തുടരുകയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ആരാകും എന്നുള്ള കാര്യം. ഏതായാലും
ഇന്ന് വിപുലമായ യോഗം ഡൽഹിയിൽ നടക്കും. ശരി, എന്നാലും കേരളത്തിൽ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിൽ ഇപ്പോഴും അനിശ്ചിതത്വം തുടരുകയാണ്. ചർച്ചകൾക്കായി മുൻ KPCC അധ്യക്ഷന്മാർ ഉൾപ്പെടെയുള്ള നേതാക്കളുമായി ഇന്ന് ഹൈക്കമാൻഡ് ചർച്ച ചെയ്യും. ഘടകകക്ഷികളുടെ നിലപാടും തേടും. ആന്റണി ജിസ്റ്റോർജാണ് വിവരങ്ങൾ നൽകിയത്.